വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കൈരളി പീപ്പിൾ ടിവിയുടെ രണ്ടാമത് കതിർ അവാർഡുകൾ മലയാളം കമ്മ്യൂണിക്കേഷൻസ് ചെയർമാനും മലയാളത്തിന്റെ മഹാനടനുമായ ഭരത് മമ്മൂട്ടി വിതരണം ചെയ്തു. മികച്ച കർഷകനുള്ള അവാർഡ് ജോയി ലൂക്കോസ് ചെമ്മാച്ചലിനും, കർഷകയ്ക്കുള്ള പുരസ്കാരം ബീന സഹദേവനും, പരീക്ഷണാത്മക കർഷകനുള്ള പുരസ്കാരം സെബി പഴയാറ്റലിനും, സ്പെഷ്യൽ ജൂറി പുരസ്കാരം PM അബ്ദുൾ അസീസിനും ലഭിച്ചു. പച്ചപ്പുണരട്ടെ എല്ലാ ദിക്കിലും, മണ്ണിൽ നിന്നും മനസ്സിൽ നിന്നും മലിനത സകലതുമിനിയകലട്ടെ. ആലപ്പുഴയിലെ രമത ആലപ്പയിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ വെച്ചാണ് അവാർഡ് പ്രഖ്യാപനവും വിതരണവും നടന്നത്. ഏറ്റുമാനൂർ നീണ്ടൂരിലെ കർഷകനായ ജോയ് ലൂക്കോസ് ചെമ്മാച്ചൽ മികച്ച കർഷകനുള്ള പുരസ്കാരം മലയാളം കമ്മ്യൂണിക്കേഷൻസ് ചെയർമാനും മലയാളത്തിന്റെ മഹാനടനുമായ മമ്മൂട്ടിയിൽ നിന്നും ഏറ്റുവാങ്ങി. അന്നം തരുന്ന കൃഷിക്കാരനോ എന്നും ദരിദ്രൻ, പാവപ്പെട്ടവൻ, കടബാധ്യതകളാൽ ആത്മഹത്യ ചെയ്യാൻ വിധിക്കപ്പെട്ടവൻ. ഇതല്ലേ ഈ സമൂഹം കർഷകന് നൽകുന്നത്? തൃശൂർ മതിലകത്തെ ബീന സഹദേവനാണ് മികച്ച കർഷക. ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങുന്നത് എൻ്റെ കുടുംബം, എൻ്റെ ജീവിതം. ചേട്ടൻ ഇപ്പോൾ ഒരു വശം തളർന്ന് സൗദിയിൽ നിന്ന് വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് ഞാൻ അതിക്ക് മുന്നേ ചെറുതായി തുടർന്നെങ്കിലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്കൊരു ശക്തി പറന്ന് ഈ ഒരു വേദിയിൽ ഇത്രയൊരു അംഗീകാരത്തോട്. മികച്ച പരീക്ഷണാത്മക കർഷകനുള്ള പുരസ്കാരം തൃശൂർ അഷ്ടമിച്ചിറയിലെ സെബി പഴയാറ്റലിന് ലഭിച്ചു. എനിക്ക് കിട്ടിയതിലേക്ക് വെച്ച് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള അവാർഡ് ഇതാണ്. അത് മമ്മൂക്കയിൽ നിന്ന് സ്വീകരിക്കാൻ സാധിച്ചത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം. തൃശൂർ അന്തിക്കാട്ടെ ജൈവ കർഷകനായ PM അബ്ദുൾ അസീസ് പ്രത്യേക ജൂറി പുരസ്കാരത്തിന് അർഹനായി. ഈ പ്രവൃത്തി വീണ്ടും വിപുലമായി മറ്റുള്ള എല്ലാ കർഷകരെയും ജൈവ സർട്ടിഫിക്കേഷനിൽ കൂടി കൊണ്ടുവന്ന് ഒരു നല്ല നിലയിൽ ഇതിനെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കൃഷിയെ പരിപോഷിപ്പിക്കാതെ മാനവരാശിക്ക് നിലനിൽപ്പില്ലെന്ന് കതിർ അവാർഡുകൾ വിതരണം ചെയ്തുകൊണ്ട് മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ചെയർമാൻ മമ്മൂട്ടി പറഞ്ഞു. ആലപ്പുഴയിൽ നടന്ന കതിർ അവാർഡ് വിതരണ ചടങ്ങ് രാഷ്ട്രീയ, സാമൂഹ്യ, കാർഷിക മേഖലയിലെ നിരവധി പേരാണ് പങ്കെടുത്തത്. കതിർ അവാർഡ് വിതരണ ചടങ്ങ് അക്ഷരാർത്ഥത്തിൽ കേരളത്തിന്റെ കാർഷിക മേഖലയെക്കുറിച്ചുള്ള സംവാദവേദിയായി മാറി. മനുഷ്യൻ കൃഷി ആരംഭിച്ചത് ഒരുപക്ഷെ ചെടികളും മൃഗങ്ങളുമായിട്ട് മനുഷ്യരുണ്ടാക്കിയ ഒരു കരാറിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ 12,000 വർഷം മുമ്പ് കൃഷി ആരംഭിച്ചത്. 12,000 വർഷങ്ങൾക്ക് ശേഷം ആ കരാർ പ്രകാരം കൃഷി നടത്തുന്ന അപൂർവം ആൾക്കാരിൽ ഒരാളാണ് സാക്ഷാൽ മമ്മൂക്ക. തെല്ലും അതിശോക്തി ഇല്ലാതെയാണ് ഈ കാര്യം ഞാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ അദ്ദേഹം പശുക്കളുടെ പാല് എടുക്കാറില്ല. ആ പാല് പശുക്കിടാവിന് അവകാശപ്പെട്ടതാണെന്നാണ് മമ്മൂക്ക പറയുന്നത്. ഞാൻ എൻ്റെ പശുക്കളെ വളർത്തുന്ന പശുക്കളുമായിട്ട് നേരത്തെ പറഞ്ഞ സത്യമാണോ, ഒരു പരിധി വരെയെങ്കിലും കുറച്ച് പുല്ല് കിട്ടാനുള്ള സ്ഥലമുണ്ട്, അവിടെ നിന്ന് പുല്ല് മേയാൻ വിടും. നമ്മൾ പശുവിനെ കറക്കാറില്ല, പശുവിനെ കുളിപ്പിക്കാറില്ല, അതിനൊന്നും ഒരു മരുന്നും ആവശ്യമില്ല. സാധാരണ കാട്ടിൽ വളരുന്ന പശുക്കളെ പോലെ ഒരു കുഴപ്പമില്ലാതെ നല്ല ആരോഗ്യവാന്മാരായും സുന്ദരികളും സുന്ദരന്മാരുമായിട്ട് പശുക്കളും കാളകളും ഒക്കെ ഇവിടെ വളരുന്നുണ്ട്. അവരുടെ ചാണകവും മൂത്രം മാത്രം അവരറിയാതെ നമ്മൾ അടിച്ചു മാറ്റുന്നത് മാത്രമേ ഉള്ളൂ. വേറെ അവർ നമ്മളുമായിട്ടുള്ള എഗ്രിമെൻ്റ് അതാണ്. അതുപോലെ തന്നെ നേരെ കളയുടെ കാര്യം പറഞ്ഞത് ശരിയാണ്. കള നെല്ലിന് മുകളിൽ വളരുന്നത് വരെ നമ്മൾ സഹിക്കും. അതിന് മുകളിൽ വളർന്നാൽ മാത്രമേ കളയാവുന്നുള്ളൂ. കള തന്നെ നാളെ ഉണങ്ങി ഈ പാടത്തെ വീണൊരു വളമാകുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെ ആലോചിക്കുന്ന ഒരു കർഷകനാണ് ഞാൻ. അല്ലാതെ ഒരുപാട് കെമിക്കൽസോ അല്ലെങ്കിൽ രാസവളങ്ങളോ ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഉൽപ്പാദനം ഉണ്ടാക്കി പണ്ട് കാണുന്നതിനേക്കാൾ ഒരുപാട് പഴങ്ങളും പച്ചക്കറികളും ഒക്കെ നമുക്ക് പിന്നീട് ഉണ്ടായിട്ടുണ്ട്. ഒരു മരത്തിലുണ്ടാകുന്നതിനേക്കാൾ ഉണ്ടാകാവുന്നതിനേക്കാൾ കൂടുതൽ പഴങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ കാലത്ത്. പക്ഷെ അതൊക്കെ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് കൂടെ നമ്മൾ ആലോചിക്കണം. ആ വഴിക്കും ചിന്തിക്കാവുന്നതാണ്.
മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ഡയറക്ടർമാരായ എ വിജയരാഘവൻ, ടി എ സിദ്ധാർത്ഥ മേനോൻ, എം എം മോനായ്, മൂസ മാസ്റ്റർ, പി കെ കരുണാകരൻ എന്നിവരും CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സജി ചെറിയാൻ, ആലപ്പുഴ മുനിസിപ്പൽ ചെയർമാൻ തോമസ് ജോസഫ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കാർഷിക മേഖലയെ വെല്ലുവിളിയായി ഏറ്റെടുത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന നിരവധി പേർ കാർഷിക കേരളത്തിന് അഭിമാനമായി മാറുകയാണെന്ന് ഖദർ അവാർഡ് ജൂറി അംഗങ്ങളായ ഡോക്ടർ KR വിശ്വംഭരനും ടി എ സിദ്ധാർത്ഥ മേനോനും ചൂണ്ടിക്കാട്ടി. ചെറുപ്പക്കാരും സ്ത്രീകളും കാർഷിക വൃദ്ധിയെ വെല്ലുവിളിയായി ഏറ്റെടുക്കുന്നത് മാതൃകാപരമെന്നും ജൂറി ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ മികച്ച കർഷകൻ, മികച്ച കർഷക, മികച്ച പരീക്ഷണാത്മക കർഷകൻ എന്നിങ്ങനെ 3 വിഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച നാമനിർദ്ദേശങ്ങൾ പരിഗണിച്ചാണ് മുൻ കാർഷിക സർവകലാശാല VC-യും ഔഷധി ചെയർമാനുമായ ഡോക്ടർ KR വിശ്വംഭരൻ, ഭൂമിഗീതം പരിപാടിയുടെ അവതാരകനും കർഷകനുമായ PA സിദ്ധാർത്ഥ മേനോൻ എന്നിവരടങ്ങിയ ജൂറി അവാർഡ് ജേതാക്കളെ തെരഞ്ഞെടുത്തത്. ഏറ്റുമാനൂർ നീണ്ടൂരിലെ കർഷകനായ ജോയിസ് ലൂക്കോസ് ചെമ്മോച്ചൽ ആണ് മികച്ച കർഷകൻ. അമേരിക്കൻ മലയാളിയായ ജോയി കാർഷിക വൃത്തിയോട് കാണിക്കുന്ന അഭിവാഞ്ജയുടെയും ആത്മാർത്ഥതയുടെയും പ്രതീകമാണ് 100-ലേറെ കാർഷികോൽപ്പന്നങ്ങൾ വിളയുന്ന ജോയിയുടെ JS ഫാം എന്ന് ജൂറി വിലയിരുത്തി. തൃശൂർ മതിലകത്തെ ബീന സഹദേവനാണ് മികച്ച കർഷക. പാർക്കിൻസൺസ് രോഗം ബാധിച്ച് ഭർത്താവ് കിടപ്പിലായതോടെ കുടുംബത്തിന്റെ അത്താണിയായി മാറിയ ബീന കൃഷിയിലൂടെ നടത്തുന്ന പോരാട്ടം ആവേശകരമാണെന്ന് ജൂറി വിലയിരുത്തി. തൃശൂർ അഷ്ടമിച്ചിറയിലെ സിസ്വാം ഉടമ സിബി പഴയാറ്റിലാണ് മികച്ച പരീക്ഷണാത്മക കർഷകൻ. ഹൈഡ്രോപോണിക്സ് എന്ന നൂതന സാങ്കേതിക വിദ്യയിലൂടെ കന്നുകാലികൾക്ക് ആവശ്യമായ തീറ്റപ്പുല്ല് നിർമ്മിച്ച് സിബി വ്യത്യസ്തനായെന്ന് ജൂറി വിലയിരുത്തി. തൃശൂർ അന്തിക്കാടിന് സമീപം പഴുവിലെ ജൈവ കർഷകനായ PM അബ്ദുൾ അസീസ് പ്രത്യേക ജൂറി പുരസ്കാരത്തിന് അർഹനായി. ജൈവ കാർഷികോൽപ്പന്നങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം ഇവയ്ക്ക് വിപണി കണ്ടെത്തുന്നതിനായി അസീസ് നടത്തുന്ന ശ്രമങ്ങൾ പ്രശംസനീയമാണെന്ന് ജൂറി വിലയിരുത്തി. ന്യൂസ് ഡെസ്ക്. പനീർസെൽവത്തിന് രാഷ്ട്രീയ പിന്തുണ വർദ്ധിക്കുന്നതിനിടെ MLA-മാരുമായി ശശികല വീണ്ടും കൂടിക്കാഴ്ച നടത്തി. രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ത്രീയെ ഇല്ലാതാക്കാനുള്ള നീക്കം നടക്കുകയാണെന്ന് ശശികല പറഞ്ഞു. കൂടിക്കാഴ്ചയ്ക്ക് അവസരം നിഷേധിച്ച ഗവർണർക്കെതിരെ ശശികല നിരാഹാര സമരത്തിലേക്ക് കടന്നേക്കും. ഇതിനിടെ പനീർസെൽവത്തിന് പിന്തുണ നൽകുന്നത് ചർച്ച ചെയ്യാൻ DMK നാളെ പാർട്ടി യോഗം വിളിച്ചു. അതേസമയം സർക്കാർ രൂപീകരണം നീട്ടുന്നത് നിയമപരമായ വെല്ലുവിളിയാകുമെന്ന് സോളിസിറ്റർ ജനറൽ ഗവർണർക്ക് നിയമോപദേശം നൽകി. ജിഷ്ണു പ്രണോയുടെ മരണത്തിൽ പാമ്പാടി നെഹ്റു കോളേജ് വൈസ് പ്രിൻസിപ്പൽ അടക്കം 5 പേർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കും. വൈസ് പ്രിൻസിപ്പൽ NK ശക്തിവേൽ, അധ്യാപകൻ CP പ്രവീൺ, പരീക്ഷാ സെൽ അംഗങ്ങളായ വിപിൻ, വിമൽ എന്നിവർക്കെതിരെയാണ് കേസ്. ഇവരെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് തൃശൂർ റൂറൽ SP N വിജയകുമാർ പറഞ്ഞു. യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ കോപ്പിയടിച്ചുവെന്ന വ്യാജ ആരോപണത്തിന്റെ പേരിൽ ജിഷ്ണുവിനെ മാനസിക പീഡനത്തിന് ഇരയാക്കിയെന്ന് കണ്ടെത്തിയതോടെയാണ് കോളേജ് അധികൃതർക്കെതിരെ ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. സംഭവത്തിൽ ആരോപണ വിധേയനായ വൈസ് പ്രിൻസിപ്പൽ NK ശക്തിവേൽ, പരീക്ഷാ ഹാളിലെ ഇൻവിജിലേറ്റർ CP പ്രവീൺ എന്നിവർക്ക് പുറമെ പ്രിൻസിപ്പൽ വരദരാജൻ, പരീക്ഷാ സെൽ അംഗങ്ങളായ വിപിൻ, വിമൽ എന്നിവർക്കെതിരെയും കേസെടുക്കും. കോപ്പിയടി നടന്നുവെന്ന് ആരോപിച്ച പരീക്ഷാ ഹാളിലും ഇടിമുറിയിലും നടത്തിയ ശകാരമാണ് ആത്മഹത്യയ്ക്ക് കാരണമായതെന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. ജിഷ്ണുവിനൊപ്പം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ മൊഴികളും ശാസ്ത്രീയ തെളിവുകളും പരിശോധിച്ച വ്യക്തത വരുത്തിയാണ് പോലീസ് കോളേജ് ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നത്. കോപ്പിയടി നടന്നതായി കണ്ടെത്താനായില്ലെന്ന സാങ്കേതിക സർവകലാശാലയുടെ റിപ്പോർട്ടും പോലീസ് പരിഗണിച്ചു. 5 പേരെയും ഉടൻ കണ്ടെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് തൃശൂർ റൂറൽ SP N വിജയകുമാർ പറഞ്ഞു. ജിഷ്ണുവിന്റെ മരണത്തിന് കാരണക്കാരായവർക്കെതിരെ കേസെടുക്കുക എന്ന ബന്ധുക്കളുടെയും വിദ്യാർത്ഥികളുടെയും പ്രധാന ആവശ്യം കോളേജ് അധികൃതരുടെ അറസ്റ്റോടെ നടപ്പാകും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്നും ഒന്നിച്ചു പോകേണ്ടവരാണ് നമ്മളെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനോട് ബഹ്റിൻ രാജാവ് ഷെയ്ഖ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫ. ബഹ്റിൻ രാജാവിന്റെ കൊട്ടാരത്തിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്കിടയിലാണ് ബഹ്റിൻ രാജാവ് പിണറായി വിജയനോട് ഇക്കാര്യം സൂചിപ്പിച്ചത്. രാജാവുമായുള്ള കൂടിക്കാഴ്ച 40 മിനിറ്റോളം നീണ്ടുനിന്നു. ബഹ്റിൻ രാജാവിന്റെ കൊട്ടാരത്തിൽ ഊഷ്മളമായ സ്വീകരണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ലഭിച്ചത്. കൂടിക്കാഴ്ചയ്ക്കിടയിൽ കേരളം നേരത്തെ ബഹ്റിൻ പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ച 7 പ്രധാന ആവശ്യങ്ങളുടെ പട്ടിക മുഖ്യമന്ത്രി ബഹ്റിൻ രാജാവിനും നൽകി. തുടർന്ന് കേരളം സന്ദർശിക്കാനും ക്ഷണിച്ചു. ക്ഷണം വൈകാതെ പരിഗണിക്കാമെന്ന് രാജാവ് അറിയിച്ചു. പിച്ച വെച്ച് നടന്ന കാലം മുതൽ മലയാളികളുമായുള്ള ബന്ധത്തെ അനുസ്മരിച്ച രാജാവ് ഇന്ത്യ ഏറെ പ്രിയപ്പെട്ട രാജ്യമാണെന്നും അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ ബഹ്റിൻ ആശുപത്രി തുറക്കണമെന്നും ബഹ്റിനിൽ കേരളത്തിനൊരു എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിക്കാൻ അനുമതി നൽകണമെന്നുമുള്ള ആവശ്യങ്ങളാണ് മുഖ്യമന്ത്രി രാജാവിന്റെ പരിഗണനയ്ക്കായി സമർപ്പിച്ചത്. ഇന്ത്യൻ അംബാസിഡർ അലോക് കുമാർ സിൻഹ,
പ്രിൻസിപ്പൽ സെക്രട്ടറി നളിനി നെറ്റോ, മാധ്യമ ഉപദേഷ്ടാവ് ജോൺ ബ്രിട്ടാസ്, മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല, ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി, RP ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ രവി പിള്ള, MA അഷ്റഫ് അലി, വർഗീസ് കുര്യൻ, സോമൻ ബേബി എന്നിവരും മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. ബഹ്റൈൻ കിരീടാവകാശിയുടെ കോർട്ട് പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ ദായിജ് അൽ ഖലീഫ ഒരുക്കിയ വിരുന്നിലും മുഖ്യമന്ത്രിയും സംഘവും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ബഹ്റൈൻ.